24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ അറസ്റ്റിൽ CI ആൻഡ്രിക് ഗ്രോമിക് ഗുരുതര ചട്ടലംഘനം നടത്തിയെന്ന് കണ്ടെത്തൽ. തൃശൂർ റൂറൽ SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക നടപടിക്ക് ഉത്തരമേഖല IG K സേതുരാമൻ ഉത്തരവിട്ടു. അറസ്റ്റിൽ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ CI ലംഘിച്ചു. റൂബിനെ ലോക്കപ്പിൽ അടിവസ്ത്രത്തിൽ നിർത്തിയതുൾപ്പെടെ പോലീസിന്റെ പ്രതിച്ഛായയെ ബാധിച്ചെന്നും റിപ്പോർട്ടിലുണ്ട്. ഒരു കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് പാലിക്കേണ്ട ചട്ടങ്ങളുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ CRPC-യിൽ, അതായത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ കൃത്യമായി പറയുന്നുണ്ട്. റൂബിൻ ലാൽ ആ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്, ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. മാത്രമല്ല, ഈ പരാതിയിൽ ഒരു അന്വേഷണവും നടത്താതെ, കള്ളപ്പരാതിയാണെന്ന് മനസ്സിലാക്കാതെ, പ്രത്യേകിച്ച് CCF തലത്തിലുള്ള ഒരു അന്വേഷണം ഈ റൂബിൻ ലാലിനെ മർദ്ദിച്ച, റൂബിൻ ലാലിനെ കള്ളക്കേസിൽ പരാതി കൊടുത്ത ഈ ജാക്സണെതിരെ നടക്കുന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട്, ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഈ റൂബിൻ ലാലിനെ അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്യുന്നു. മാത്രവുമല്ല, ഈ CRPC 41A നോട്ടീസ്, അങ്ങനെ ഒരു നോട്ടീസ് സർവ് ചെയ്യാതെ, ഹാജരാവാൻ പറയാതെ പാതിരാത്രിയിൽ അറസ്റ്റ് ചെയ്തത് കൃത്യമായ ചട്ടലംഘനമാണ്. അതായത് അറസ്റ്റിന് മുൻപ് പാലിക്കേണ്ട ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളിൽ 41A നോട്ടീസ് നൽകിയില്ല എന്നത് കൃത്യമായ ചട്ടലംഘനം. മറ്റൊന്ന്, ലോക്കപ്പിലും സ്റ്റേഷനിലും ഉടുതുണിയിടാതെ നിർത്തി എന്നുള്ളത് അവിടുത്തെ CCTV പരിശോധിച്ചു. ആദ്യം DYSP അശോകൻ വളരെ കൃത്യമായി IG-യോട് പച്ചക്കള്ളം പറഞ്ഞു, വസ്ത്രമിട്ടുകൊണ്ടാണ് നിൽക്കുന്നതെന്ന്. പിന്നീട് CCTV പരിശോധിക്കാൻ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ വിവസ്ത്രനാക്കി നിർത്തി എന്നുള്ളത് പോലീസ് തിരിച്ചറിയുന്നു. അത് DIG അജിത ബീഗം തിരിച്ചറിയുന്നു, IG സേതുരാമൻ തിരിച്ചറിയുന്നു. ഈ കാര്യങ്ങൾ കൃത്യമായി ഇതിൽ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഇത്തരം ചട്ടലംഘനങ്ങളിലൂടെ കേരള പോലീസിനാകെ പ്രതിച്ഛായ തകർത്തുന്ന, അതിൽ കൃത്യമായി പറയുന്നത് ടാർണിഷിംഗ് എന്നുള്ളതാണ്. അതായത് കരിവാരി തേക്കുന്ന, കളങ്കപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ഈ CI, ഈ IP ആൻഡ്രിക് ഗ്രോമിക് ചെയ്തത് എന്നുള്ളത് കൃത്യമായി ഈ ഉത്തരവിൽ IG വിവരിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 15 ദിവസത്തിനകം ചാർജ് മെമ്മോ നൽകണം. അതിനുശേഷം വാച്യാൽ അന്വേഷണം നടക്കണമെന്നുള്ളതാണ്. പോലീസിലെ ഈ PR ഇനിഷ്യേറ്റ് ചെയ്യുക, പണിഷ്മെന്റ് ഓൺ റോൾ എന്ന് പറയുന്ന നടപടിക്രമത്തിന്റെ തുടക്കമാണ്. മാത്രമല്ല, വകുപ്പ് തലത്തിലുള്ള മറ്റു നടപടികൾ പിന്നാലെ ഉണ്ടാകും എന്നുള്ള സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊരു പ്രാഥമിക നടപടി മാത്രമാണ്. കാരണം ഇതിൽ മൊബൈൽ ഫോൺ തകർത്തത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ മൊബൈൽ ഫോൺ തകർത്ത കാര്യം ഈ DYSP R അശോകൻ മറച്ചുവെച്ചു. ഫോൺ ഇല്ല എന്ന് എഴുതി ചേർത്തു. എന്നാൽ ഫോൺ ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള തെളിവുകൾ 24ന്റെ കയ്യിൽ തന്നെയുണ്ട്. ഇന്ന് റൂബിൻ ലാലിനെ നമ്മുടെ പ്രതിനിധി സൂരജ് സജി ജയിലിൽ ചെന്ന് കണ്ടപ്പോൾ കൃത്യമായി ഈ CI മൊബൈൽ ഫോൺ തച്ചു തകർക്കുകയായിരുന്നു, റോഡിലെറിഞ്ഞ്. അതിനുശേഷം ടോർച്ചടിച്ചുകൊണ്ട് ആ ഫോൺ നോക്കുന്നു, എടുത്ത് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിന്റെ സമയവും CCTV ദൃശ്യങ്ങളും പരിശോധിച്ചാൽ, ഈ മാത്രവുമല്ല സൈബർ സെൽ പരിശോധന നടത്തിയാൽ ഇത് കൃത്യമായി വ്യക്തമാകും. തുടർ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഈ ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നൽകിയ പരാതി DGPക്ക് കൈമാറി. അദ്ദേഹം എന്ത് നടപടി ഉണ്ടാകുമെന്ന് കാത്തിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വേണു, ഇപ്പോൾ റൂബിൻ ലാലിന്റെ സുഹൃത്ത് ജെക്സും ടെലിഫോൺ ലൈനിലുണ്ട് പ്രതികരിക്കാൻ. ജെക്സ്, ഈ IG-യുടെ റിപ്പോർട്ട്, IG-യുടെ പ്രാഥമിക നടപടിക്ക് ഉത്തരവിട്ടുകൊണ്ടുള്ള നിലപാടിനെ, നടപടിയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? പ്രതീക്ഷയോടെയാണോ കാണുന്നത്? ഈ നടപടിയെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഉത്തരവിൽ പറയുന്ന പ്രകാരം ഇത് പോലീസിന്റെ പ്രതിച്ഛായ കളഞ്ഞു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കർശനമായ നടപടികൾ ഇനിയും പലർക്കുമെതിരെ സ്വീകരിക്കേണ്ടതുണ്ട്. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട സാമാന്യ മര്യാദകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ മെമ്മോ കൊടുക്കുക, അറസ്റ്റ് മെമ്മോ കൊടുക്കുക എന്നുള്ള സംഭവം തന്നെ ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അതിനർത്ഥം ഈ ആൻഡ്രിക് ഗ്രോമിക് എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ പേര് തന്നെ ആൻഡ്രിക് ക്രൂരൻ എന്ന് വിടണം. അതായത് ഏറ്റവും ക്രൂരമായ രീതിയിലാണ് ഈ റൂബിൻ ലാൽ തന്റെ ജീവിത കാലഘട്ടത്തിൽ സ്വായത്തമാക്കിയ പല രഹസ്യങ്ങളും അടങ്ങിയ ഈ മൊബൈൽ ഫോൺ റോട്ടിലിട്ട് തല്ലി തകർത്ത്, ഇത് കൃത്യമായിട്ട് തന്നെ നേരത്തെ സൂരജ് സജി ജയിലിൽ പോയി സന്ദർശിച്ചപ്പോൾ റൂബിൻ ലാൽ പറഞ്ഞ പോലെ തന്നെ ഇത് നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇതിന് ഈ പറയുന്ന അന്വേഷണ ഉത്തരവിലൂടെ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമായിട്ട് കരുതുന്നതിനപ്പുറം തീർച്ചയായും ഈ ആൻഡ്രിക് ഗ്രോമിക് എന്ന് പറയുന്നത്, ഈ ആൻഡ്രിക് ഗ്രോമിക്കിനെ പറ്റി കൃത്യമായിട്ട് അന്വേഷണം പല കാര്യങ്ങളും നടത്താനുണ്ട്. ഇദ്ദേഹം അന്നത്തെ ദിവസം ആ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്ന് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന സമയത്ത് മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ? ഇത്തരം വിഷയങ്ങൾ കൂടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇദ്ദേഹത്തിനെ പറ്റി പല മോശകരമായ കാര്യങ്ങളും ആ പരിസരങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് റൂബിൻ ലാലിനെതിരെ ഒരു വിഷയം എന്നതിനേക്കാൾ ഉപരി ഇദ്ദേഹം ഈ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പല സംഭവങ്ങളും അന്വേഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല,
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ പല ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള തെളിവുകളും ഈ പറയുന്ന ഫോണിലുണ്ടായിരുന്നു. ആ ഫോണാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ ആദ്യം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന DYSP എന്ന് പറയുന്ന മനുഷ്യൻ, അശോകൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്. എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്? ഈ CIക്ക് മേലുള്ള ഉദ്യോഗസ്ഥനല്ല അദ്ദേഹം. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി തെളിയുമായിരുന്നില്ലേ? അപ്പോൾ ഇത് ഈ പറയുന്ന ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ്. ഇപ്പോൾ ഉണ്ടായ ഈ ഉത്തരവിനെ, ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും പോലീസിലുണ്ടാകുന്ന അന്വേഷണങ്ങളും പോലീസിലുണ്ടാകുന്ന ശിക്ഷണ നടപടികളും ഒരു കോമഡി പരിപാടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അത്ര വലിയ പ്രതീക്ഷയില്ല. പക്ഷേ ഇത് കൃത്യമായി പോലീസിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കുവാനും സാധാരണക്കാർക്ക് നീതി ലഭിക്കാൻ ഇടവാകുന്ന തരത്തിലുള്ള ഒരു ഉത്തരവായിട്ട് മാറണമെങ്കിൽ ഇതിലെ മുഴുവൻ പ്രതികൾക്കുമെതിരെയും മുഴുവൻ ആളുകൾക്ക് അന്ന് ഗൂഢാലോചന നടത്തിയ റൂബിൻലാലിനെ അന്ന് ഗൂഢാലോചന നടത്തിയ ആളുകളെ മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ നന്ദി ജെക്സ് പ്രതികരിച്ചതിന്.